നമ്മുടെ ഈ ഒരു പാഠപുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് ഈ നെക്സ്റ്റ് ജനറേഷൻ സെക്യൂർ കമ്പ്യൂട്ടിംഗ് ബേസ് അഥവാ NGSCB എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ്. ഇത് വളരെ സിമ്പിൾ ആണ് മനസ്സിലാക്കാന്. ഇതെന്താ സംഭവം എന്ന് വെച്ചാല് മൈക്രോസോഫ്റ്റ് 2002 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംവിധാനമാണ്. അതിന്റെ പേര് പലാഡിയം എന്നായിരുന്നു കേട്ടോ, പലാഡിയം. പിന്നെ അതിന്റെ പേര് മാറ്റിയിട്ട് ഇതൊരു വെറും എന്താക്കി മാറ്റിയതാണ്, ഒരു കോൺസെപ്റ്റ് മാസ്റ്റർ ആക്കിയിട്ട് ഇപ്പൊ നിലനിർത്തിയതാണ്. ഓക്കെ, അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നോർമലി ഞാൻ ഇതിന് മുമ്പ് നമ്മൾ ഒരു സാൻഡ് ബോക്സിന്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ സാൻഡ് ബോക്സ് എന്നുള്ള ടേം നമുക്ക് പരിചയപ്പെടുത്തിയാൽ ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊരു സംഭവം എന്ന് വെച്ചാല് നമ്മുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യപ്പെടുന്ന സമയത്ത്, ഉദാഹരണത്തിന് നമ്മളൊരു ബിൽഡിങ്ങിന്റെ കേസ് എടുക്കാം. ഒരു ബിൽഡിംഗ് എന്ത് ചെയ്തു, അവിടെ ഒരു കൊള്ള നടന്നു. കൊള്ള നടന്ന സമയത്ത് കള്ളക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ബിൽഡിങ്ങിന്റെ പുറത്തുള്ള അഥവാ ബിൽഡിങ്ങിന്റെ എല്ലാ സ്ഥലങ്ങളിലെയും കമ്പ്യൂട്ടറിൽ അടിച്ചു മാറ്റാനും ഡാറ്റകൾ അടിച്ചു മാറ്റാനൊക്കെ അവർക്ക് കഴിയും. പക്ഷെ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ആരും കാണാത്തൊരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സേഫ്, ഒരു വോൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വോൾട്ട് കാണാനോ അതിനുള്ളിലുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റാനോ ആർക്ക് കഴിയില്ല, ഈ കൊള്ള സംഘത്തിന് കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതേ ഒരു പരിപാടി നമ്മൾ കമ്പ്യൂട്ടറിനുള്ളിലും ചെയ്യാണ്. കമ്പ്യൂട്ടറിനുള്ളില് നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ബേസ്. ആ ബേസിന്റെ ഉള്ളില് ആർക്കും അങ്ങനെ കേറാൻ കഴിയാത്ത രൂപത്തിൽ ഒരു 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 മിനി ബേസ് നമ്മൾ എന്ത് ചെയ്യുന്ന ഉണ്ടാക്കി വിട്ടണം. അപ്പൊ ഇതൊരു എന്താണ്, ഒരു OS ഉണ്ടാവും, ഒരു മിനി OS ഉണ്ടാവും. ഒരു OSന്റെ ഉള്ളിൽ തന്നെ, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു മിനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ഈ മെയിൻ OS, നമ്മളെ മെയിൻ OSന് എന്തെങ്കിലും തരത്തിലുള്ള ഹാക്കിങ്ങോ അല്ലെങ്കിൽ അറ്റാക്കുകളോ നടന്നു കഴിഞ്ഞാല് അത് ആരെ ബാധിക്കൂല, നമ്മളെ ഈ മിനി OSനെ ബാധിക്കൂല. ഓക്കെ, അപ്പൊ നമ്മളെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഡാറ്റകളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കൽ എവിടേക്കും, ഈ മിനി OSലേക്കും. മെയിൻ OSൽ എന്ത് ചെയ്യും, നമ്മളെ സിമ്പിൾ ആയിട്ടുള്ള ബ്രൗസിങ്ങുകൾ, യൂട്യൂബ് ബ്രൗസിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ മെയിൻ OSൽ ചെയ്യും. വളരെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള നമ്മളെ ആക്ഷൻസ് ഒക്കെ നമ്മൾ എവിടെ ചെയ്യും, ഈ മിനി OSൽ വെച്ചിരുന്ന് ചെയ്യും. അഥവാ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ തന്നെ വേറൊരു കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പൊ ഹാക്കിംഗ് വരുന്ന സമയത്ത് എന്ത് ചെയ്യൂല, ഈ മിനി OSനെ ഈ ഹാക്കിംഗ് എന്ത് ചെയ്യൂല, ബാധിക്കൂല. ഈ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഇതായിരുന്നു 2002 മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പലാഡിയം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. പക്ഷെ ഈ കോൺസെപ്റ്റ് കുറെ ആൾക്കാർ റിജക്ട് ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പലാഡിയത്തിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ വളരെ സെൻസിറ്റീവ് ആയ ഡാറ്റകളൊക്കെ ഒരു മിനി OSൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണ്. ഈ മിനി OSലേക്ക് ആർക്ക് ആക്സസ് ഉണ്ട്, മൈക്രോസോഫ്റ്റിന് ആക്സസ് ഉണ്ടല്ലോ. കത്തീര സംഭവം നമ്മളെ ഹാക്കേഴ്സിൽ നിന്നും ഈ ഇൻഫർമേഷൻ തടയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ മിനി OS സംവിധാനം ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ മിനി OSലേക്ക് ഹാക്കേഴ്സിന് കയറാൻ കഴിയില്ലെന്നുണ്ടെങ്കിലും മൈക്രോസോഫ്റ്റിന് കയറാൻ കഴിയും. ഈ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ്, മൈക്രോസോഫ്റ്റ് ആണല്ലോ. അപ്പൊ അത് ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കിയ സമയത്ത് മൈക്രോസോഫ്റ്റ് മെല്ലെ എന്ത് ചെയ്തു, ഈ ഒരു ഫീച്ചർ എടുത്ത് ഒഴിവാക്കി എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഈ കോൺസെപ്റ്റിനെ പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, ഈ പേരൊക്കെ മാറ്റിയതാണ് എന്ത്, നെക്സ്റ്റ് ജനറേഷൻ സെക്യൂർ കമ്പ്യൂട്ടിംഗ് ബേസ് NGSCB എന്നുള്ള പേരിൽ നമ്മൾ എന്ത് വിളിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നിലവിലുണ്ട്. പല രീതികളിലായിട്ട് പല കമ്പനികൾ ഇത് ഉപയോഗിച്ചു പോരുന്നുണ്ട് നിലവില്. അപ്പൊ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നിലവിലുണ്ട്. പക്ഷെ മൈക്രോസോഫ്റ്റ് അന്ന് വളരെ വ്യാപകമായി കൊണ്ടുവന്ന ആ ഒരു രീതിയിൽ എന്തില്ല, നിലവിലില്ല എന്നുള്ളേ ഉള്ളൂ. ഓക്കെ, അതാണ് പറഞ്ഞത്, ത്രൂ ഡിസ്കണ്ടിന്യൂഡ്, ഈ കോൺസെപ്റ്റ് ഡിസ്കണ്ടിന്യൂ ആയിട്ടുണ്ടെങ്കിലും ഇറ്റ്സ് കോൺസെപ്റ്റ്, അതിന്റെ കോൺസെപ്റ്റുകൾ കണ്ടിന്യൂ ഇൻ മോഡേൺ ട്രസ്റ്റഡ് കമ്പ്യൂട്ടർ. നമ്മൾ പറഞ്ഞ ഈ ഒരു TOS, ട്രസ്റ്റഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോൺസെപ്റ്റ് നിലവിൽ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്ത് പോരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ നോർമൽ OSലല്ല ഇത് ഉണ്ടാവുക. ഇത് എവിടെയാണ് കാര്യമായിട്ട് ഉണ്ടാവുക, ഇത് നമ്മുടെ ട്രസ്റ്റഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉള്ളിലാണ് ഇത് വർക്ക് ചെയ്യല്. ഓക്കെ, അതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച. ഓക്കെ, ഇതിന്റെ ഗോൾ, ഇതിന്റെ ലക്ഷ്യം എന്താണ്, ഒന്ന് പ്രൊട്ടക്ട് സെൻസിറ്റീവ് ഓപ്പറേഷൻസ് ഈവൻ ഇഫ് ദ മെയിൻ OS ഈസ് കോംപ്രമൈസ്ഡ്. നമ്മുടെ മെയിൻ OSന് എന്തെങ്കിലും അറ്റാക്ക് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഡാറ്റകളൊക്കെ സെക്യൂർ ചെയ്ത് വെക്കുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് എന്തുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രിയേറ്റ് എ സെപ്പറേറ്റ് സെക്യൂർ എൻവയോൺമെന്റ് ഇൻസൈഡ് ദ സെയിം മെഷീൻ. ഒരു മെഷീന്റെ ഉള്ളിൽ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ട് വേറൊരു സെക്യൂർ എൻവയോൺമെന്റ് ഡാറ്റകളൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള. അപ്പൊ ഈ ഒരു ലക്ഷ്യത്തിലാണ് എന്തുള്ളത് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ മെയിൻ കോൺസെപ്റ്റ് ഇത്രയുള്ളൂ മനസ്സിലാക്കുക. ഒരു മെയിൻ OS നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും, അതിന്റെ ഉള്ളിൽ ഒരു മിനി OS നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഈ മിനി OSലാണ് നമ്മൾ ഈ സെൻസിറ്റീവ് ഡാറ്റകളൊക്കെ എന്തെങ്കിലും സൂക്ഷിച്ചു വെക്കുക. അപ്പൊ മെയിൻ OSന് എന്തെങ്കിലും അറ്റാക്കോ ഹാക്കിങ്ങോ നടന്നു കഴിഞ്ഞാൽ അത് ആരെ ബാധിക്കില്ല, മിനി OSനെ ബാധിക്കില്ല. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡാറ്റകള്
ലീക്ക് ആവുന്നതിൽ നിന്നും ഹാക്ക് ചെയ്യപ്പെടുന്നതിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. ഈ ഒരു സംഭവത്തിന് നമ്മൾ നെക്സ്റ്റ് ജനറേഷൻ സെക്യൂർ കമ്പ്യൂട്ടിംഗ് ബേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ടോക്കണം, കാരണം ഇതുമായി ബന്ധപ്പെട്ടാണ് ഇനി അടുത്തൊക്കെ ഇനി വരാൻ പോണത്. ഓക്കെ, ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? സിമ്പിൾ ആയിട്ട് വായിച്ചു പോകാനുള്ള ഒന്ന് ഡാറ്റ പ്രൊട്ടക്ഷൻ, ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം നിങ്ങൾ. പിന്നെ സെക്യൂർ പ്ലാറ്റ്ഫോം, നമ്മളെ ഈ പ്ലാറ്റ്ഫോം, ഈ OS എന്ന ഈ പ്ലാറ്റ്ഫോമിനെ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒക്കെയാണ് ഇതിന്റെ ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് ഓൺലൈൻ ബാങ്കിങ്ങിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ സെക്യൂർ എന്റർപ്രൈസ് നെറ്റ്വർക്ക്, വലിയ വലിയ എന്റർപ്രൈസുകൾ, സംരംഭങ്ങളുടെ നെറ്റ്വർക്കുകൾ സെക്യൂർ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ക്ലൗഡ് സിസ്റ്റങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഇത് ഉപയോഗിക്കാറുണ്ട്. ഇവിടങ്ങളിലൊക്കെയാണ് ഈ NGSCB എന്ന ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ച് പോരുന്നത്. പിന്നെ ഇതിന്റെ ഒരു മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു നെക്സസ് ആണ്, ഒരു ഐസൊലേഷൻ, ഒരു നെക്സസ് ആണ്, അഥവാ ഒറ്റക്കാക്കുക എന്നർത്ഥം. അങ്ങനെ ഒന്നുകൂടി സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ NGSCB ക്രിയേറ്റ് എ സെക്യൂർ എൻവയോൺമെന്റ് കോൾഡ് നെക്സസ്, അഥവാ ഒരു കമ്പ്യൂട്ടറിനുള്ളിലെ നെക്സസ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു സ്ഥലം ചെയ്യും ഈ NGSCB ഉണ്ടാക്കും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, അതിന്റെ പേരെന്താണ്? നെക്സസ് എന്ന് പേരിട്ടുന്നുള്ളൂ. അഥവാ ഒരു മെയിൻ OS, ആ മെയിൻ OSന്റെ ഉള്ളിൽ നെക്സസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ പോയിന്റ് ഉണ്ടാക്കും. ഓക്കെ, ആ പോയിന്റിനുള്ളിലാണ് എന്ത് ചെയ്യുക? മെയിൻ നമ്മുടെ കോൺഫിഡൻഷ്യൽ ആയ ഡാറ്റകളൊക്കെ എന്ത് ചെയ്യുക? സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന നേരത്തെ പറഞ്ഞ മിനി OS എന്ന് പറഞ്ഞാൽ ഒരു വലിയ OS ഉണ്ടാവും, ഒരു മെയിൻ OS ഉണ്ടാവും, അതിന്റെ ഉള്ളിൽ ഒരു മിനി OS. ആ മിനി OS നമ്മളിപ്പോൾ പേരിട്ടു, ആ പേരെന്താണ്? നെക്സസ്. ഓക്കെ, ഇതൊക്കെ NGSCB കുറച്ച് ടേംസ് ആണ്. നമ്മൾ ഓരോന്നിന്റെ ടേംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഒരു സെക്യൂർ എൻവയോൺമെന്റ്, കമ്പ്യൂട്ടറിനുള്ളിൽ തന്നെ മറ്റൊരു സെക്യൂർ എൻവയോൺമെന്റ് ഉണ്ടാക്കി വെക്കും. ആ എൻവയോൺമെന്റിന്റെ പേരാണ് എന്ത്? നെക്സസ് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ നെക്സസിന്റെ പ്രത്യേകത എന്താണ്? സെപ്പറേറ്റ് ഫ്രം നോർമൽ OS. നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന OS-ൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഈ OS ഉണ്ടാവുക. നോർമൽ OS നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ആരെന്ത് ചെയ്യൂല? ഈ ഒരു നെക്സസിനെ എന്ത് ചെയ്യൂല? ബാധിക്കൂല. അപ്പൊ ഈ നെക്സസ് എന്ത് ചെയ്യും? റിമെയിൻസ് പ്രൊട്ടക്റ്റഡ്, അത് എപ്പോഴും പ്രൊട്ടക്ട് ആയിക്കൊണ്ടിരിക്കും. ഈവൻ ദ മെയിൻ OS is infected. ഈ മെയിൻ OS-ന് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വൈറസ് മൂലമുള്ള ഇൻഫെക്ഷനുകൾ വന്നു കഴിഞ്ഞാൽ അത് ആരെ ബാധിക്കില്ല? ഈ നെക്സസിനെ ബാധിക്കില്ല. കാരണം ഇതൊരു സെപ്പറേറ്റ് എൻവയോൺമെന്റ് ആണല്ലോ, അപ്പൊ ഇവരെ ബാധിക്കില്ല എന്നതാണ്. അതുപോലെ തന്നെ ഹാൻഡിൽ സെക്യൂർ ഓപ്പറേഷൻ, വളരെ സെക്യൂർ ആയിട്ടുള്ള ഓപ്പറേഷൻ ഒക്കെ, അഥവാ സെക്യൂരിറ്റിക്ക് മുൻഗണന കൊടുക്കുന്ന പരിപാടികൾ, ഓപ്പറേഷനുകളൊക്കെ ആരാണ് മുൻഗണന എടുത്ത് ചെയ്യുക? ഈ നെക്സസ് ആയിരിക്കും. അഥവാ ഒരു എൻക്രിപ്ഷൻ നടത്താനോ, അല്ലെങ്കിൽ ഒരു പോർട്ടലിൽ സെക്യൂർ ആയിട്ടുള്ള ലോഗിനിങ് നടത്താനോ, ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ ഉണ്ടാക്കാനോ ഒക്കെ ആരാണ് മാനേജ് ചെയ്യുക? ഈ നെക്സസ് ആണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതെന്താണ്? ഒരു മിനി സെക്യൂർ OS ആണ്. ഒരു മെയിൻ OS-ന്റെ ഉള്ളിൽ വരുന്ന ഒരു മിനി സെക്യൂർ OS ആണെന്ത്? ഈ നെക്സസ് എന്ന് പറയുന്നത്. അപ്പൊ നെക്സസ് ഈസ് ഈക്വൽ ടു മിനി സെക്യൂർ OS, ഒരു മെയിൻ ഇൻസൈഡ് മെയിൻ OS, മെയിൻ OS-ന്റെ ഉള്ളിൽ വരുന്ന ഒരു മിനി സെക്യൂർ OS ആണ് എന്ത്? ഈ നെക്സസ് എന്നുള്ളത്. അപ്പൊ നെക്സസ് മനസ്സിലാക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ അതിന്റെ ഒരു പേരിട്ടുന്നുള്ളൂ, നെക്സസ് എന്നുള്ള. ഓക്കെ, ഒരു മെയിൻ OS ഉണ്ടാവും, മെയിൻ OS ഹാക്ക് ചെയ്യപ്പെട്ടാൽ ഈ മിനി OS എന്ത് ചെയ്യില്ല? അത് ബാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് എന്ത്? മിനി സെക്യൂർ OS ഈസ് ഈക്വൽ ടു നെക്സസ് എന്ന് മനസ്സിലാക്കി വെക്കുക. എന്തിനാണ് സെപ്പറേറ്റ് ചെയ്ത് വെക്കണമെന്ന് മനസ്സിലാക്കി വെക്കണം, കാരണം സെപ്പറേറ്റ് വെക്കണം, മെയിൻ സാധനം ഹാക്ക് ചെയ്യപ്പെട്ടാൽ ഇതിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, പിന്നെ ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് കോഡ് ഇന്റഗ്രിറ്റി, ഡാറ്റ പ്രൊട്ടക്ഷൻ ഇത് സഹായിക്കുന്നുണ്ട്. യൂസ് സ്ട്രോങ് എൻക്രിപ്ഷൻ പ്ലസ് ഹാർഡ്വെയർ സപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരട്ടോ, ഇവിടെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ റിമോട്ട് അറ്റസ്റ്റേഷൻ, അതും പോട്ടെ, നിങ്ങൾ ജസ്റ്റ് വായിച്ചു, ഞാൻ നോട്ട് തരുമല്ലോ, നോട്ട് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ടൊക്കെ. പോട്ടെ. ഓക്കെ, കോമ്പണൻസ് ഓഫ് NGSCB. NGSCBന്റെ മെയിൻ ആയിട്ടുള്ള കോമ്പണൻസ് എന്തൊക്കെയാണ്? ഒന്ന് സെക്യൂർ മിനി OS, ഒരു മിനി ഒരു സെക്യൂരിറ്റി ഉള്ള ഒരു മിനി OS അതിന് ഉണ്ടാവും, അഥവാ എന്തെല്ലാം കോമ്പണൻസ് ഉണ്ടാവുന്നുള്ളത്. പിന്നെ മാനേജസ് മെമ്മറി ഐസൊലേഷൻ, ഇതിനായിട്ടൊരു സെപ്പറേറ്റ് മെമ്മറി എന്ത് ചെയ്യും? ഉണ്ടാവും. ഓക്കെ, അഥവാ ഇപ്പോ ഒരു 1 TB സ്റ്റോറേജ് ഉള്ള ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ ഇതിന് എന്ത് ചെയ്യും? ഒരു 256 GB ഇതിനു വേണ്ടി മാത്രം. ഓക്കെ, ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു മെമ്മറി തന്നെ നമ്മൾ എന്ത് ചെയ്യും? മാറ്റി വെക്കുന്നതാണ്. ഓക്കെ, ഒരു മെമ്മറി ഐസൊലേഷൻ ഉണ്ടാവും. പിന്നെ പെർഫോംസ് ക്രിപ്റ്റോഗ്രാഫിക് ഓപ്പറേഷൻ, അപ്പൊ ക്രിപ്റ്റോഗ്രാഫി ബേസ് ചെയ്തുള്ള ഒരുപാട് ഓപ്പറേഷനുകൾ ഇത് വർക്ക് ചെയ്യുന്ന, ക്രിപ്റ്റോഗ്രാഫി നമുക്കറിയാലോ അല്ലെ? അവ ഇങ്ങനെ എൻക്രിപ്ഷൻ മോഡലിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾക്കാണ് നമ്മൾ ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയാം. പിന്നെ കമ്മ്യൂണിക്കേഷൻ വിത്ത് TPM എന്ന് നമ്മൾ പഠിച്ചു, ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മൊഡ്യൂൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? മദർ ബോർഡിന്റെ ഉള്ളിൽ വരുന്ന ഒരു ചിപ്പാണ് എന്ത്? TPM. ഈ TPM-ഉമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരാണ്? ഈ നെക്സസ് ആണ്. ഓക്കെ, അതും ഞാൻ പിന്നീട് ക്ലിയർ ആക്കി തരട്ടോ ആ സാധനം, ഈ TPM-ഉമായിട്ടുള്ള സംഭവം എന്താണെന്ന്. ഓക്കെ, TPM എന്ന് നമ്മൾ പഠിച്ചിരിക്കണല്ലോ അല്ലെ? ഇതും വായിച്ചു നോക്കട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അതെല്ലാം നോട്ട് തരുമ്പോൾ മനസ്സിലാവും. ഇനി ഇവിടെ പഠിക്കേണ്ട മറ്റൊരു സാധനമാണ് സെക്യൂർ ബൂട്ടിംഗ് എന്നുള്ളത്. ഓക്കെ, അവ ഈ ബൂട്ടിംഗ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ബൂട്ടിംഗ് എന്ന് എന്തായിരുന്നു? ഒന്നുകൂടി ഓർത്തെത്തുക. ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഓൺ ആക്കി ഡെല്ലിന്റെ ലോഗോ ഒക്കെ വന്ന് നമ്മുടെ ആ ഒരു പാസ്വേഡ് അടിക്കുന്ന സമയം ഉണ്ടല്ലോ, ആ സമയം വരെയുള്ള ടൈമിനെ നമ്മൾ എന്ത് വിളിക്കുക?
ബൂട്ടിംഗ് എന്ന് വിളിക്കുക. അപ്പൊ ഈ ബൂട്ടിംഗ് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ടൈമാണ്. ഈ ബൂട്ടിംഗ് സമയത്ത് പല ടൈപ്പ് ഓഫ് ഹാക്കിംഗ് അറ്റംപ്റ്റുകൾ എന്ത് ചെയ്യും നമ്മളെ കമ്പ്യൂട്ടറിൽ നടക്കാം എന്നുള്ളതാണ് അല്ലെ. കാരണം ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഫയർവാൾ ഓപ്പൺ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്താൽ മാത്രമേ ഫയർവാൾ ഓപ്പൺ ആവുള്ളൂ. അതുപോലെ തന്നെ ആന്റിവൈറസ് ഓപ്പൺ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഒക്കെ നമ്മൾ ഈ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്താൽ എന്താവുള്ളൂ, ഫയർവാൾ ഒക്കെ ഓപ്പൺ ആവുള്ളൂ. അപ്പൊ ആ ഒരു ടൈം ഉണ്ടല്ലോ, ചെറിയൊരു സ്പാൻ ഓഫ് ടൈമാണ്, കുറച്ച് ടൈം ഉള്ളൂ. ആ ടൈമിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, ഇതൊക്കെ വർക്ക് ആവുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനൊക്കെ സെക്യൂർ ചെയ്യുന്നത് ആരാണ്? ഈ NGSCP എന്ന കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചാല്, ഇപ്പൊ ഹാർഡ്വെയർ ഓൺ ആയി, ഇപ്പൊ നമ്മൾ ഹാർഡ്വെയർ എന്ന് നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഫേംവെയറിലേക്ക് കയറും. ഈ ഫേംവെയറിൽ ഓരോന്നിനും ഓരോ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാവും. ഓക്കെ, ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ ഓരോ സാധനങ്ങൾ ഓൺ ആക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹാർഡ്വെയർ ഓപ്പൺ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഹാർഡ്വെയർ ഫേംവെയറിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഫേംവെയർ ഡിജിറ്റൽ സിഗ്നേച്ചർ വെരിഫൈ ആയി കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, അടുത്ത ബൂട്ട് ലോഡറിലേക്ക് അത് പോവുള്ളൂ. അപ്പൊ ഫേംവെയർ എന്ത് ചെയ്യും, ബൂട്ട് ലോഡറിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യും. ബൂട്ട് ലോഡർ എന്ത് ചെയ്യും, OSന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യും. OS എന്ത് ചെയ്യും, നെക്സസിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യും. അപ്പൊ OS നെക്സസിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ വെരിഫൈ ചെയ്ത സമയത്ത് അതിനെന്ത് ഒരു മിസ്മാച്ച് കണ്ടു, അതായത് നോർമലി ഉള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ല നെക്സസിന് ഉള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ആ ഒരു ബൂട്ടിങ്ങിന് എന്ത് ചെയ്യും, അത് പ്രിവെന്റ് ചെയ്ത് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്നതാണ്. ഓക്കെ, കാരണം എപ്പോഴും ഡിജിറ്റൽ സിഗ്നേച്ചർ എന്തായിരിക്കും, മാച്ച് ആവണം എന്നുള്ളതാണ്. അപ്പോൾ ഹാക്കർ വന്ന് എന്ത് ചെയ്തു, നെക്സസിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ മാറ്റി കഴിഞ്ഞാൽ അത് ആർക്ക് മനസ്സിലാവും, OSന് മനസ്സിലാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി OS എന്ത് ചെയ്യും, അത് കമ്പ്യൂട്ടർ ലോക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു സിമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ അതിന്റെ ഒരു സെക്യൂരിറ്റി, ഒരു 4 സെക്യൂരിറ്റിമാർ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു സെക്യൂരിറ്റി മറ്റേ സെക്യൂരിറ്റി എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അപ്പോൾ ഈ സെക്യൂരിറ്റി മറ്റേ സെക്യൂരിറ്റി, അപ്പോൾ ഇതിൽ ഏതെങ്കിലും സെക്യൂരിറ്റിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം കണ്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യും, മൊത്തം അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം തന്നെ നമ്മൾ നിർത്തുമല്ലോ, അതേ ഒരു പരിപാടി. അപ്പോൾ ഇവിടെ ഹാർഡ്വെയർ ഇങ്ങനെ ഓപ്പൺ ആയി വരുന്ന സമയത്ത് ഫേംവെയർ ചെക്ക് ചെയ്യും, ഫേംവെയർ ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നത് ബൂട്ട് ലോഡറിന് ചെക്ക് ചെയ്യും. അപ്പം ഇവരിൽ എന്തെങ്കിലും തരത്തിലുള്ള സിഗ്നേച്ചറിൽ മിസ്മാച്ചിങ് വന്ന് എന്ത് ചെയ്യും, ആ പരിപാടി തന്നെ അവരവിടെ സ്റ്റോപ്പ് ചെയ്യും. കാരണം അതിനർത്ഥം എന്താണ്, അവിടെ ഒരു ഹാക്കിംഗ് അറ്റംപ്റ്റ് നടക്കുന്നത്. കാരണം മറ്റേ ഹാക്കർ എന്ത് ചെയ്യുന്നു, അതിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ മാറ്റുകൊണ്ടാണ് അങ്ങനെ ഒരു മിസ്മാച്ച് വന്നത്. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് നമ്മൾ സഹായിക്കുക റൂട്ട് കിറ്റിനെയൊക്കെയാണ്. റൂട്ട് കിറ്റ് ഞാൻ പറഞ്ഞല്ലോ, മെയിൻ റൂട്ട് കിറ്റ് എന്ന ഒരു മാൽവെയർ ആണ്. അത് മെയിൻ ആയിട്ട് നമുക്ക് OSൽ കാണാൻ കഴിയില്ല, അത് വളരെ ഡീപ്പ് ആയിട്ടായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിൽ ഉണ്ടാവുക. അപ്പൊ ഇത്തരത്തിൽ ബൂട്ടിങ്ങിന്റെ സമയത്തൊക്കെയാണ് ഈ റൂട്ട് കിറ്റ് എന്ത് ചെയ്യുക, പൊന്തി വന്നിട്ട് നമ്മുടെ ഡാറ്റകൾ എന്ത് ചെയ്യുക, പൊക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ ഒരു NGSCP നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഐസൊലേഷൻ മെക്കാനിസംസ് ഉണ്ട്. ഒന്ന് മെമ്മറി ഐസൊലേഷൻ, നമ്മൾ ഇതിനു വേണ്ടി ഒരു സെപ്പറേറ്റ് മെമ്മറി തന്നെ മാറ്റി വെക്കുന്നില്ല. ഇപ്പോൾ 1 TB സ്റ്റോറേജ് ഉള്ള കമ്പ്യൂട്ടർ ആണെങ്കിൽ ഈ നെക്സസിന് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യും, മെയിൻ OSന് വേണ്ടിയിട്ട് ബാക്കി സ്റ്റോറേജും നെക്സസിന് വേണ്ടി മാത്രം എന്ത് ചെയ്യും, ഒരു 256 GB അല്ലെങ്കിൽ ഒരു 100 GB ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതിന് വേണ്ടി മാത്രം ഒരു റിസർവ്ഡ് മെമ്മറി ആയിട്ട്, നെക്സസ് ഹാസ് എ റിസർവ്ഡ്, അതിന് മാത്രമായിട്ട് എന്ത് ചെയ്യും, ഒരു മെമ്മറി നമ്മൾ സൂക്ഷിക്കുന്നതാണ്. നോർമൽ OS cannot access. അപ്പൊ നോർമൽ OSന് ആ മെമ്മറി എന്ത് ചെയ്യാൻ കഴിയില്ല, ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ പ്രോസസ് ഐസൊലേഷൻ, അതുപോലെ തന്നെ സെക്യൂർ ആപ്സ് റൺ സെപ്പറേറ്റ്ലി, നോ ഇന്റർഫറൻസ് ഫ്രം നോർമൽ OS പ്രോസസ്. അപ്പോൾ നോർമൽ OSന് എന്ത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ചില സെക്യൂരിറ്റി ആപ്പുകൾ, ഇപ്പൊ നമ്മൾ വലിയ ഗവൺമെന്റ് ആപ്പുകളൊക്കെ, നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഗവൺമെന്റ് ആപ്പുകൾ കേട്ടോ, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഗവൺമെന്റ് ആപ്പുകളൊക്കെ നോർമലി ഉപയോഗിക്കുന്ന OSൽ നിന്നും മാറി കുറച്ചും കൂടി ഒരു സെക്യൂർ ആയ എൻവയോൺമെന്റിൽ എന്ത് ചെയ്യും, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ നോർമൽ ആപ്പ് റണ്ണിങ്ങിൽ നിന്ന് മാറ്റി ഇതിന്റെ പ്രോസസ് തന്നെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇതിന്റെ മെമ്മറി തന്നെ മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പ്രോസസ്, ഇപ്പൊ നമ്മൾ ഫോട്ടോഷോപ്പ് ഒക്കെ ഓപ്പൺ ആക്കുന്ന അതേ ഒരു പ്രോസസ്സിലല്ല എന്ത് ചെയ്യുക, NGSCP ഇത്തരം സെക്യൂരിറ്റി കൂടിയ സോഫ്റ്റ്വെയറുകൾ വർക്ക് ചെയ്യിപ്പിക്കുക. അതിന് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യും, ഒരു പ്രത്യേക പ്രോസസ് തന്നെ എന്ത് ചെയ്യും, ഇവര് ചെയ്യിപ്പിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്റേണൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഐസൊലേഷൻ, ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും ഇവർ എന്ത് ചെയ്യും, ഐസൊലേറ്റ് ചെയ്യുന്നതാണ്. അഥവാ കീബോർഡ് പോലെ സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യല്, ഔട്ട്പുട്ട് എന്ന് പറയല്, ഇൻപുട്ട് എന്താണ് സ്ക്രീൻ പോലെ സാധനങ്ങൾ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മളെ കീലോഗേസ് മനസ്സിലാക്കുന്നതിലൊക്കെ എന്ത് ചെയ്യും, ഐസൊലേറ്റ് ചെയ്യുന്നത്. അപ്പൊ മൊത്തത്തില് ഐസൊലേഷൻ എന്നുള്ളതാണ്. അഥവാ ഇതിനെ മൊത്തത്തിൽ നമ്മൾ മാറ്റി വെക്കും. ഓക്കെ, ഇത് സെപ്പറേറ്റ് സാധനം തന്നെ, നെക്സസ് തന്നെ സെപ്പറേറ്റ് സാധനം തന്നെ, ഇതിനെന്തില്ല മെയിൻ OSമായി ബന്ധം ഉണ്ടാവില്ല. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കി വെച്ചാൽ മതി. ഇനി NGSCPയും ട്രഡീഷണൽ OS സെക്യൂരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമ്മൾ പറഞ്ഞു OS സെക്യൂരിറ്റി നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ ഈ OS സെക്യൂരിറ്റിയും NGSCPയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ആണ്. ഇത് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ്. ഓക്കെ, ഇത് കൃത്യമായി പഠിച്ചു വെക്കണേ. അപ്പോൾ NGSCPയും ട്രഡീഷണൽ OS സെക്യൂരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മെയിൻ ആയിട്ട്
ഒന്ന് ട്രഡീഷണൽ ഒ എസ് എന്നാൽ മെയിൻലി സോഫ്റ്റ്വെയർ ബേസ്ഡ് പ്രൊട്ടക്ഷൻ. സോഫ്റ്റ്വെയർ ബേസ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഈ ട്രഡീഷണൽ ഒ എസ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഈ വിൻഡോസ് പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തരുന്നത്. പക്ഷെ NGSEB എന്താണ് ഹാർഡ്വെയർ ബാക്ക്ഡ് ഐസൊലേഷൻ. അവിടെ ഒരു ഹാർഡ്വെയർ ഉണ്ട്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എടുത്താൽ സോഫ്റ്റ്വെയർ ഉണ്ടാവും, ഹാർഡ്വെയർ ഉണ്ടാവും. മദർ ബോർഡ്, മൗസ് പോലുള്ള സാധനങ്ങൾ ഹാർഡ്വെയറും പിന്നെ ഫോട്ടോഷോപ്പ് പോലുള്ള സാധനങ്ങൾ എന്താണ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ സോഫ്റ്റ്വെയർ ബേസ് ചെയ്തുള്ള പ്രൊട്ടക്ഷൻ ആണ് ആര് തരുന്നത് നമ്മുടെ ട്രഡീഷണൽ ഒ എസ് തരുന്നത്. അതേസമയം ഹാർഡ്വെയർ ബേസ് ഉള്ള പ്രൊട്ടക്ഷൻ ആണ് ആര് തരുന്നത് NGSEB നമുക്ക് തരുന്നത്. ഇനി ട്രഡീഷണൽ ഒ എസ് ആന്റിവൈറസ് ബേസ്ഡ് ഡിഫൻസ് ആണ്. അപ്പൊ ആന്റിവൈറസ് വെച്ചിട്ടാണ് അവർ ഡിഫൻസ് നടത്തുന്നത് ആര് ട്രഡീഷണൽ ഒ എസ്. പക്ഷെ NGSEB TPM സപ്പോർട്ടർ എൻക്രിപ്ഷൻ ആണ് നടത്തുന്നത്. TPM എന്ന് പറഞ്ഞാൽ മദർ ബോർഡിന്റെ ഉള്ളിൽ വരുന്ന ഒരു ചിപ്പാണ് എന്ത് ഈ TPM. അപ്പൊ TPM വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ നടത്തുന്നത്. അപ്പൊ ഒന്നും കൂടി സെക്യൂരിറ്റി കൂടുതലാണ്. കാരണം ആന്റിവൈറസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഓൺ ആയാൽ മാത്രമേ വർക്ക് ആവുള്ളൂ. TPM എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഓൺ അല്ലെങ്കിലും ഓഫ് ആണെങ്കിലൊക്കെ എന്ത് ചെയ്യും ഈ TPM എപ്പോഴും വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഒന്നും കൂടി സെക്യൂരിറ്റി കൂടുതലാണ്. പിന്നെ ലിമിറ്റഡ് ഹാർഡ്വെയർ ട്രസ്റ്റ്. ഹാർഡ്വെയറുമായിട്ടുള്ള ട്രസ്റ്റ് വിശ്വാസം വളരെ കുറവാണ് ഇവിടെ ട്രഡീഷണൽ ഒ എസിൽ. പക്ഷെ ഇവിടെ എന്താണ് നമുക്ക് ഹാർഡ്വെയറുമായിട്ടാണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്യൂർ ബൂട്ട് ചെയിൻ അല്ലെ, നമ്മൾ ബൂട്ട് ചെയിൻ പഠിച്ചു. അഥവാ ഹാർഡ്വെയർ ഓപ്പൺ ആയി പിന്നെ ഫേംവെയറിലേക്ക് കയറി ആ ഒരു ബൂട്ട് ചെയിൻ ഇങ്ങനെ പഠിച്ചല്ലോ നമ്മൾ അല്ലെ, നേരത്തെ കണ്ട ഈ ചെയിൻ മുകളിൽ പോട്ടെ ഈ ബൂട്ട് ചെയിൻ. അപ്പൊ ഈ ബൂട്ട് ചെയിൻ ഒക്കെ എന്തെയ്യുന്നു ഒരു സെക്യൂർ ആയിട്ട് നിന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാല് ബൂട്ട് ചെയ്യുന്ന നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചേക്കാളും ഒന്നുകൂടി ഈ ബൂട്ട് ചെയ്യുന്ന സമയം മനസ്സിലാക്കാൻ. അപ്പൊ ബൂട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും ഹാക്കർക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ സമയത്ത് പോലും നമ്മുടെ കമ്പ്യൂട്ടറിനെ സെക്യൂർ ആക്കി നിർത്താൻ ആർക്ക് സാധിക്കും NGSEBക്ക് കഴിയുന്നതാണ്. ഓക്കെ, പക്ഷെ ട്രഡീഷണൽ ഒ എസിന് അത് കഴിയില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായി ചോദിക്കട്ടോ. ഓക്കെ, നമ്മൾ ഈ മൊത്തം ക്ലാസ് എടുത്തതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചില ഭാഗങ്ങൾ ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, എന്റെ നമ്പർ ആരെങ്കിലും ഒപ്പിച്ചിട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഓരോ കോൺസെപ്റ്റുകളും കുറെ ടേംസ് പഠിക്കാനുണ്ട്. അപ്പൊ ആ ടേംസുകൾ പഠിക്കുന്നതിനൊപ്പം തന്നെ എക്സാമ്പിൾസും ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത്. കാരണം നമുക്കിത് പരീക്ഷിക്കുന്ന ഡിഗ്രി എക്സാം ആണ്, വളരെ വിശദീകരിച്ച് എഴുതേണ്ടി വരും പല കാര്യങ്ങളും. അപ്പൊ ഇതിനൊക്കെ എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ അത്രയും എക്സ്പ്ലനേഷനിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ അതും എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്.